ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യം 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം, പിന്നെ നമുക്ക് കുറച്ച് മൈദ വേണം കേട്ടോ. മൈദ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് കുറച്ച് മൈദ പാത്രത്തിലേക്ക് ഇടാം. ഇതിപ്പോൾ ഞാനൊരു 3 സ്പൂണെങ്കിലും എടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് കോൺഫ്ലവർ പൊടി 1 സ്പൂണായിട്ട് കോൺഫ്ലവർ പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടുണ്ടാവുള്ളൂ, അതിട്ടാ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതാ ചെറിയ കൈമൊക്കെ ഒന്ന് ഒട്ടി പിടിക്കുന്ന ടൈമിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരു സംശയമുണ്ട്, നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഒട്ടി പിടിക്കും, നല്ലോണം കൂടിയിട്ട് വേണം. കുറച്ചുകൂടി മൈദായിട്ട് ഇട്ടിട്ട് വേണം. കൈമേൽ ഒട്ടലൊക്കെ മാറി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്നുകൂടി ഒന്ന് ഷേപ്പാക്കിയെടുക്കാം. ചതുരത്തിലോ വട്ടത്തിലോ എങ്ങനെയെങ്കിലും ഒന്ന് ആക്കിയിട്ട് കുറച്ച് നീട്ടാക്കി വെക്കട്ടോ. ഇതവിടെയൊക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒട്ടലുണ്ടാവും. അപ്പോൾ ആ ഒട്ടൽ മാറാൻ വേണ്ടി കുറച്ച് മൈദ ഉള്ളിൽ കൂടി ഇങ്ങനെ കിട്ടാം. അതിൻ്റെ ഉള്ളിൽ ഒട്ടലുണ്ടാവും, അതാണ് അടങ്ങിയത്. ഇതൊന്ന് തേച്ചെടുക്കാം. ഇതുപോലെ അങ്ങനെ അതാക്കിയാൽ വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മൾ കൈമത്തെ ഈ പൗഡറൊക്കെ മഴിപ്പിച്ചാൽ നല്ല അടിപൊളി കിട്ടാം. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള പൗഡറും കൂടി ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇട്ട് മിക്സ് ചെയ്യാനൊക്കെ നല്ലത്. അപ്പോഴാണ് അതിൻ്റെ സ്റ്റിക്കൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. നമുക്ക് അതിന് മുട്ടിന് സ്റ്റിക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറുക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ റെസ്റ്റൊക്കെ വെച്ചിട്ട് ഞാൻ 10 മിനിറ്റ് വെച്ചിട്ട് കേട്ടോ. 5 മിനിറ്റ് പറഞ്ഞാൽ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സോഫ്റ്റ്. ഇനി നമുക്ക് ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി കുറച്ച് പൗഡർ ഇട്ടുവെക്കാം. കുറച്ച് മതിയെ. നമുക്കിതൊന്ന് കുഴച്ച് സെറ്റ് വെക്കാം. നല്ല ഇതാകുമ്പോൾ നമുക്ക് ആകെ കുറച്ച് സാധനങ്ങൾ, വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ സുഖമായിട്ട് ക്ലേ ഉണ്ടാക്കാം. അത് പെട്ടെന്ന് ഇനിയിപ്പോൾ ഞാൻ കുഴച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കളർ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മൾ കളർ ചെയ്യേണ്ടത് പിന്നെ കുറച്ചെടുത്താണ് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം ഈ മനുഷ്യനെ പോലത്തെ കളർ തന്നെ എടുക്കുന്നത്. നമുക്കൊന്ന് കുറച്ചിങ്ങനെ ഉള്ളിലേക്കൊക്കെ ആക്കി സെറ്റാക്കി കുറച്ച് വെള്ളമൊക്കെ വെക്കുന്നത്. പക്ഷേ ഈ പെയിൻറ്റിങ് ആവാൻ പാടിട്ടുള്ളൂ. ഇങ്ങനെ നമുക്കിങ്ങനെ കുഴച്ച് സെറ്റാക്കി കഴിയില്ല. എനിക്ക് നോക്കാം. അടിപൊളി ലൈറ്റസ്റ്റ് കളറുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു.